കേരള പോലീസ് സാധാരണക്കാരുടെ അന്തകനായി മാറുമ്പോൾ നിസ്സംശയം പറയാം അതേയെന്ന്. കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എല്ലായിടവും മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിലും നിരന്തരം പരാതികളാണ്. പരാതി കൊടുക്കുവാൻ ചെല്ലുമ്പോൾ ആ പരാതിക്കാരനോട് പെരുമാറുന്ന രീതിയും, അതുപോലെ പരാതിക്കാരൻ വ്യാജമായ ഒരു പരാതി ലഭിച്ചാൽ അതിന്മേൽ അന്വേഷണം നടത്താതെ ആ ആരോപണ വിധേയനായ ആളെ പിടിച്ചുകൊണ്ടുവന്ന പോലീസ് സ്റ്റേഷനിലിരുത്തി ലോക്കപ്പിൽ കിടത്തി മർദ്ദിച്ച് അവശനാക്കി കൊല്ലാക്കൊല ചെയ്യുക. മൃഗീയമായ മർദ്ദനമാണ് സംഭവിക്കുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ മരണപ്പെട്ടുകൊണ്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച കേസുകൾ പലതും നടക്കുന്നുമുണ്ട്. എങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള രീതികൾ അവസാനിപ്പിച്ചേ മതിയാകും. ഏതെങ്കിലും ഒരു എല്ലാ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും ഇതേ രീതി ചെയ്യുന്നുവെന്നല്ല അതിൻ്റെ അർത്ഥം. ചില പോലീസ് സ്റ്റേഷനുകളിലെ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ മാറ്റി നിർത്തുക. അവരാണ് ഈ പോലീസുകാരെ മൊത്തം അവമതിപ്പുണ്ടാക്കുന്നത്. ഇത്തരം രീതികളെ നാം പാടെ ചേർത്തില്ലെങ്കിൽ അത് ദൂരവ്യാപകമായ ഭവിഷ്യത്ത് തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒന്നാണ് ജനമൈത്രി പോലീസ്. എന്തു പ്രയോജനം? ലക്ഷോപലക്ഷം രൂപ അതിലേക്ക് വേണ്ടി വാരി ചിലവാക്കിയെന്നല്ലാതെ എന്തു പ്രയോജനം? ആ ജനമൈത്രി പോലീസിൻ്റെ ബോർഡൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേഷനുകളിലും CCTV ക്യാമറ ഉണ്ടാകണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ CCTV ക്യാമറ പലയിടത്തും ആ ലോക്കപ്പിന് മാറിയോ അല്ലെങ്കിൽ ലോക്കപ്പിന് വെളിയിലോ കൊണ്ടിട്ടാണ് ഈ CCTV ക്യാമറ ദൃശ്യം പതിക്കാത്ത സ്ഥലത്ത് ആണ് ആരോപണവിധേയരായ പ്രതികളെ കൊണ്ട് മർദ്ദിക്കുന്നത്. ഇത്തരം സംഭവവികാസങ്ങളെ സസൂക്ഷ്മതയോട് വീക്ഷിച്ച് ഇതിനെതിരെ ശക്തമായ പ്രതികരണം ജനങ്ങളിൽ നിന്ന് ഉണ്ടാകത്തോളം കാലം ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും.